യെസ്, വെൽക്കം ബാക്ക്. ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് ഒരു ഒരു വേസ്റ്റ് ആയിട്ടുള്ള ഒരു സിനിമയുടെ റിവ്യൂവാണ് പറയാൻ വേണ്ടി പോകുന്നത്. എന്തിനാണ് ഇങ്ങനെ ഒരു സിനിമ എന്നാണ് ചിന്തിക്കുന്നത്. എൻ്റെ ഇത്രയും നാളത്തെ ഒരു സിനിമ എക്സ്പീരിയൻസിൽ ഇത്രയും വേസ്റ്റ് ആയിട്ടുള്ള ഒരു 6 ബോറായിട്ടുള്ള ഒരു പടം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു എലമെൻറ്റുകൾ ഈ പടത്തിൽ വേണം. ഞാൻ പറയാൻ വേണ്ടി പോണത് ഒരു തെലുങ്ക് സിനിമയായിട്ട് വന്നിട്ട് തമിഴ് ഡബ്ബിങ്ങിൽ KTM എന്ന് പറയുന്ന ഒരു ടൈറ്റിൽ ഇട്ടേക്കുന്ന ഈ സിനിമയുടെ റിവ്യൂ ആണ് പറയാൻ വേണ്ടി പോകുന്നത്. ഒരു നായകൻ, ആദ്യമേ ഈ നായകനാണെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ കറങ്ങി നടക്കുകയാണ്. അപ്രതീക്ഷിതമായിട്ട് ഒരു പ്രേമം പൊളിയുന്നു, പിന്നെ ഒരു പ്രേമം പൊളിയുന്നു. ഇതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ ഏറ്റവും വീക്കായിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് റൈറ്റിംഗ്. ഇതൊക്കെ ആരാണ് എടുത്തതെന്ന് ഞാൻ ചിന്തിക്കാൻ വേണ്ടി പോകുന്നില്ല, ഞാൻ ഒന്നും പറയാൻ വേണ്ടി പോകുന്നില്ല. സംവിധായകനോ തിരക്കഥകർത്തോ പ്രൊഡ്യൂസറോ, ഇതെന്തിനാണ് ഇത്രയും 6 കൂതറ പടത്തിനൊക്കെ ഇങ്ങനെ ഈ പ്രൊഡ്യൂസർ പൈസ ചിലവാക്കുന്നത് ചിന്തിക്കുന്നത്. എന്തിന് ചിലവാക്കുന്ന ഈ പൈസ? ഇങ്ങനെ ഒരു വളരെ മോശം പടം, പറയത്തക്ക രീതിക്കുള്ള ഒരു എലമെൻറ്റ് പോലുള്ളതൊരു ഒരു കൂതറ പടം. നിലവിലിപ്പോൾ നമുക്ക് ഒരു ലവ് ഫെയിലിയറൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ സാമാന്യ ആൾക്കാർക്ക്, അല്ലെങ്കിൽ നമ്മൾ സിനിമയിൽ കണ്ടു പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രഗ്സ് അഡിക്റ്റ്, വെള്ളമടി, അങ്ങനെയൊക്കെയാണ്. ഈ നായകനാണെങ്കിൽ ഒരു സൈക്കോനെ കണക്കായിട്ട് എന്തൊക്കെയോ കിടന്ന് കാണിക്കുന്നു. ഇതെല്ലാം പിറവി കൊള്ളുന്ന ഒരു സ്ക്രിപ്റ്റ് റൈറ്റിംഗ് എന്നാണല്ലോ. എന്തെല്ലാം കാണിക്കുന്നതെന്ന് ഒരു പിടുത്തവും കിട്ടുന്നില്ല. ഇതൊക്കെ തിയേറ്ററിൽ പോരുന്ന കണ്ടവരുടെയൊക്കെ ഒരു അവസ്ഥയാണ് ഞാൻ ചിന്തിക്കുന്നത്. 2-2.5 മണിക്കൂർ ഈ പടമുണ്ട്. ഒരു പറയത്തേക്കുള്ള ഒരു എലമെൻറ്റെങ്കിലും, പാട്ടുകളോ അല്ലെങ്കിൽ ഈ ഡബ്ബിങ്ങിൻ്റെ പാട്ടുകളൊക്കെ പോയിട്ടുണ്ടെങ്കിൽ, പിന്നെ സീക്വൻസുകൾ, ഇതിനകത്തൊരു രംഗമുണ്ട് ഇതിനകത്ത്. അതായത് നമ്മുടെ സാറിനെ കയറി അടിക്കുകയാണ്. ഇതൊക്കെ ഒരു ക്ലീശയൊക്കെയാണ്. സാറ് വന്ന് നായകനോട്ട് ഉടക്കണം എന്നുള്ള കാര്യം വെച്ച് അങ്ങനെ ഒരു കരുതിക്കൂട്ടൊരു കഥാപാത്രം വന്നിട്ട് നായകനെ അങ്ങ് ടോർച്ചർ ചെയ്യുകയാണ്. പിന്നെ നായകൻ ആ സാറിനെടുത്ത് ഇടിക്കുകയാണ്. അങ്ങനെ ഇങ്ങനെയൊക്കെ ഓരോരോ കാര്യങ്ങൾ. ഇപ്പം ഞാൻ ചിന്തിച്ചൊരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തോന്നാണ് ഈ KTM എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമ കൊണ്ട് എന്താണ് അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ നായകൻ്റെയും നായികയുടെയും സഹനായികയുടെയും പേരിൻ്റെ ആദ്യത്തെ അക്ഷരമാണ് KTM എന്നാണ് വന്നിരിക്കുന്നത്. പേരൊന്നും എനിക്കൊരു ഓർമ്മയില്ല, കാരണം അത്രയ്ക്ക് ഒരു ബോറം പടമായിട്ട് ഞാൻ പെട്ടെന്ന് സ്കിപ്പ് അടിച്ച് കളയാണ് ചെയ്തത്. അത്രയ്ക്ക് 6 കൂതറ പടം എന്നാണെങ്കിൽ പറയാൻ വേണ്ടി പറ്റും. ഒരു കോളേജ് ലൈഫ്, ഒരു പ്രണയം പൊട്ടുന്നു, നായകൻ സൈക്കോ ആവുന്നു, ചൈൽഡ്ഹുഡ് കാണിക്കുന്നു, ഫാമിലി കാണിക്കുന്നു. പിന്നെ ഒരൊറ്റ നിമിഷം കൊണ്ട് ഇത്രയും വെള്ളം ഓടിച്ചുകൊണ്ടിരുന്ന നായകൻ അങ്ങ് IPS ഓഫീസറാവും, നമ്മളെ വിക്രമാദിത്യ ദുൽഖർ സൽമാനെ പോലെയൊക്കെ ആയി മാറുന്നു. പിന്നെ അങ്ങ് നീറ്റ് ലൈഫ് ആവുന്ന കാര്യങ്ങളൊക്കെയാണ്. ഇങ്ങനെയൊക്കെയാണെങ്കിൽ ഇവനൊക്കെ ആദ്യം തന്നെ അങ്ങ് നീറ്റ് ലൈഫ് അങ്ങ് ആയിപ്പോയിക്കൂടായിരുന്നു എന്തോ. ഇങ്ങനെ ഈ ലവ് ഫെയറിൻ്റെ കാര്യങ്ങളൊക്കെ, ഇതൊക്കെ ഒരു മിനിമം ഒരു സെൻസ് വേണം ഈ സ്ക്രിപ്റ്റൊക്കെ എഴുതിയിരിക്കുന്നതിനൊക്കെ. അത്രയ്ക്ക് ഒരു 6 കൂതറ പടം KTM എന്ന ഈ ഒരു സിനിമ. ദയവ് ചെയ്ത് ഒരു കാരണവശാലും എടുത്ത് ചേർന്ന് കാണരുത് എന്ന് വേണം പറയാനുള്ള. അത്രയ്ക്ക് വേസ്റ്റ് മൂവി എന്ന് വേണം പറയേണ്ട. ഒട്ടും പ്രതീക്ഷയില്ലെങ്കിൽ പോലും എന്തെങ്കിലുമൊക്കെ ഒരു ഫ്രഷ് കണ്ടൻറ്റ്, ഒരു ഫ്രഷ് എലമെൻറ്റ് കാണുന്നതൊക്കെ ഞാൻ എടുത്ത് വെച്ച് കണ്ട ഒടുക്കത്തെ ഒരു ലാഗും, അനാവശ്യ സീക്വൻസുകളും, അനാവശ്യമായ അഭിനയങ്ങളും കാര്യങ്ങളും, അഭിനയത്തിൻ്റെ ABCD പോലും അറിയാത്ത നായകയും വില്ലനും. അപ്പോൾ ഇതൊക്കെയാണ് KTM എന്ന് പറഞ്ഞ ഈ ഒരു ദുരന്ത സിനിമയുടെ റിവ്യൂവും കാര്യങ്ങളൊക്കെ. ദയവ് ചെയ്ത് ആരും എടുത്ത് പോയി കാണാൻ വേണ്ടി ശ്രമിക്കേണ്ട. ഇത്രയുള്ളൂ പറയാനായിട്ട്.